എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? എഫ്രൈം. എഫ്രൈം എന്ന വാക്കിന്റെ അർത്ഥം അവിടെ എഴുതിയിരിക്കുന്നത് ഇരട്ടി മാന്യത തരുന്നത്, ഇരട്ടി ഫലം, ഇരട്ടി, ഡബിൾ ഫോൾഡ് ബ്ലെസ്സിങ്സ്. ആമേൻ. ഓരോ നന്മകൾ കിട്ടുമ്പോഴും ഡബിൾ ആക്കി തരുന്ന ദൈവം. ഇനി കഷ്ടത വരുമ്പോൾ ഞാൻ പിറുപിറുക്കത്തില്ല, വേദന വരുമ്പം പിറുപിറുക്കത്തില്ല, പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തെ പഴിക്കത്തില്ല. ഞാൻ കർത്താവിൻ്റെ കൈക്ക് പിടിക്കും, കർത്താവിൻ്റെ കൂടെ നടക്കും. ആമേൻ. ജോസഫിൻ്റെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് എന്നൊരു വാക്കുണ്ട്. ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട്. ആമേൻ. പൊത്തിഫേറിന്റെ വീട്ടിൽ ചെന്നപ്പോഴും പൊത്തിഫേറിന്റെ വീട് അനുഗ്രഹിക്കപ്പെടാൻ കാരണം ജോസഫ് എന്നതുകൊണ്ടല്ല, ജോസഫിന്റെ കൂടെയുള്ള ദൈവം എന്നതുകൊണ്ടാണ്. ആമേൻ. അങ്ങനെയാണ് വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? നിങ്ങളുടെ കൂടെ വരുന്ന ദൈവം നിങ്ങളുടെ സാഹചര്യങ്ങളെ മുഴുവൻ മാറ്റാൻ, നിങ്ങളുടെ അവസ്ഥകളെ മുഴുവൻ മാറ്റാൻ, നിങ്ങളുടെ പ്രതികൂലങ്ങളെ മുഴുവൻ മാറ്റാൻ, നിങ്ങളുടെ കയ്പിനെ മുഴുവൻ മാറ്റാൻ, നിങ്ങളുടെ ഭയത്തെ മുഴുവൻ മാറ്റാൻ, നിങ്ങളുടെ അകത്തളത്തിലെ സകല ഭയങ്ങളെയും മാറ്റി. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ച് ആമേൻ. കഷ്ടതകളെ മറക്കുമാറാക്കുന്ന ദൈവം, ഇരട്ടി പ്രതിഫലം തരുന്ന ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ആ ദൈവത്തെ സേവിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയത് ഓർത്ത് ദൈവത്തിൻ്റെ സ്തോത്രം. അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ, ജോസഫിൻ്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറയാൻ. ജോസഫ് കഴിഞ്ഞപ്പോൾ ദൈവം തീർന്നു പോയില്ല. ജോസഫ് തീർന്നെങ്കിലും ദൈവം തീർന്നില്ല. സ്തോത്രം. ജോസഫ് മരിച്ചു, അവനെ അടക്കം ചെയ്തു. എന്നാൽ എൻ്റെ ദൈവം കല്ലറയ്ക്കകത്ത് ഒതുങ്ങിയ ദൈവമല്ല. എൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. എൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ജോസഫിനെ ഉയർത്തിയ ദൈവം, ജോസഫിനെ മാനിച്ച ദൈവം ഇന്നും ജീവിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി അത്ഭുത വഴികൾ തുറക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന്